മഹാനരായ ഗൗസുൽ ആലമിന്റെ സ്വലാത്ത് വിവരിക്കുന്ന ഒരു ഗ്രന്ഥം. അതിന് ഷറഹെഴുതിയ കൂട്ടത്തിൽ അബ്ദുൽ ഗനിയുൻ നാബൽസി, മഷ്ഹൂറായ പണ്ഡിതനല്ലേ, അവിടുത്തെ കിതാബിൽ അൽ കൗക്കബുൽ മബാനി, ആ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി പറയാണ്, മഹാന്മാരെ ആലുബൈത്തുൻ നബി റസൂലുള്ളാഹിന്റെ അഹ്ലുബൈത്തിന്റെ പുണ്യം പറയുന്നിടത്ത് എത്ര സുന്ദരമാണ് ആ കവിത. ഏത്? അൽ മുസ്തഫ വൽ മുർത്തള വബ്നാഹുമാ വൽ ഫാത്തിമ. ഈ അഞ്ചാളുകളെ പ്രത്യേകം പറയാം. അഹ്ലുൽ അബാ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂൽ, മുസ്ലിമിന്റെ ഹദീസിലൊക്കെ കാണാം, അള്ളാന്റെ റസൂൽ ഒരു കരിമ്പട എടുത്തു. ആ സമയത്ത് ഓരോരുത്തർ വരികയാണ്. അള്ളാന്റെ റസൂലിന്റെ മോള് ഫാത്തിമ ബീനന്റെ ഉള്ളിൽ കയറ്റി. പിന്നെ ഹസൻ എന്നവരെയും ഹുസൈൻ എന്നവരെയും അലിയാർ എന്നവരെയും ഒക്കെ ആ പുതപ്പിന്റെ ഉള്ളിലിട്ട് മൂടി. എന്നിട്ട് അള്ളാന്റെ റസൂല് ഈ അഞ്ചാളുകൾ, മുത്തുനബി അടക്കം ഈ അഞ്ചാളുകൾക്ക് പ്രത്യേകം ബഹുമാനം പറഞ്ഞു. അവരെ കുറിച്ചാണ് അഹ്ലുൽ അബാ എന്ന് പറയുന്നത്. വബാവും വസൂരിയൊക്കെ ഉണ്ടായപ്പം അവരെ വെച്ച് തവസ്സുലാക്കി പാടുന്ന ബൈത്താണ് ഇത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പല കിതാബിലുണ്ട്. ആ ബൈത്ത് അത് ഷിയാന്റെ ബൈത്താണ്. അത് ഒരു പാടും. എത്ര മണ്ടത്തരാണ്! ഇനി നോക്കൂ നിങ്ങൾ, കൊണ്ടോട്ടി കൈ പൊന്നാനി കൈ എന്നാണ് പറയുന്നത്. പൊന്നാനി ഇന്നും പോയാൽ പൊന്നാനി ജുമാഅത്ത് പള്ളിന്റെ ചേർന്ന് നിൽക്കുന്ന പല വീടുകളിലും, മഹ്ദൂം കുടുംബത്തിനോട് ബന്ധപ്പെട്ട പല വീടുകളിലും തന്നെ വളരെ കൊത്തുപണിയിൽ എഴുതി വെച്ചത് കാണാം. ആ പിക്ചർ ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കാം സ്ക്രീനിൽ. അതിൽ കാണാം നിങ്ങൾക്ക്. ഇന്നും പൊന്നാനിയിലുണ്ട്. അകത്തപ്പള്ളി, മഹ്ദൂമിയ അകത്തപ്പള്ളി എന്ന് പറഞ്ഞ പൊന്നാനിയിലേക്ക് പോകുന്ന ആ റോഡ് സൈഡിൽ തന്നെ നിന്നാൽ കാണാൻ പറ്റും. പൊളിച്ചിട്ടില്ല. ആ വൈത്തിൽ എന്താ എഴുതി വെച്ചത്? വളരെ മനോഹരമായി സ്ക്രീനിൽ കാണില്ലേ? അൽ മുസ്തഫ വൽ മുർത്തള വബ്നാഹുമാ വൽ ഫാത്തിമ. ഈ ബൈത്ത് ഷിയാണെങ്കിൽ ഇപ്പൊ പൊന്നാനി ഷിയയിലെ എന്താണ് നിങ്ങൾ പറയുന്നത്? ആ പറയപ്പെട്ട സാദിയ കാണിച്ച മലയാള പുസ്തകവും കൻസുൽ ബറാഹീനിലുള്ള ഈ തിരുമറിയും ഈ പറഞ്ഞ വാദങ്ങളും ഇങ്ങനെയുള്ള പൊള്ളയായ വാദങ്ങൾ വെച്ചിട്ടാണ് മഹാനായൊരു വലിയരെ വിമർശിക്കുന്നത്. നമ്മൾ അതിന് ചെവി കൊടുക്കേണ്ട. ഔലിയാക്കളെ തിരിച്ചു തരേണ്ടത് മഹാന്മാരാണ്.